വിവിധ രാജ്യങ്ങൾക്ക് മേൽ പകരച്ചുങ്കം ചുമത്തിയ നടപടി അത് ഡൊണാൾഡ് ട്രംപിനുണ്ടാക്കിയ തിരിച്ചടി വലിയ തരത്തിലായിരുന്നു. പ്രത്യേകിച്ച് ആ തീരുവ നയം ചോദ്യം ചെയ്യപ്പെടുകയായിരുന്നു. എന്തായാലും പകരച്ചുങ്കം റദ്ദാക്കിയ US-ന്റെ സുപ്രീം കോടതി വിധി തള്ളുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 5 മാസത്തേക്ക് ആഗോളതലത്തിൽ 10% പകരച്ചുങ്കം ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. 1974 വ്യാപാര നിയമപ്രകാരമാണ് ഈ ഉത്തരവെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. സുപ്രീം കോടതി വിധി നിരാശാജനകമെന്ന് വിശേഷിപ്പിച്ച ട്രംപ് ജഡ്ജിമാർക്കെതിരെയും അതിരൂക്ഷമായി വിമർശനം ഉന്നയിച്ചു. എന്തായാലും ശ്രദ്ധേയമാണ് ഈ കാര്യം. എന്താണ് ഇന്നലെ സംഭവിച്ചത്? അതായത് ലോകരാജ്യങ്ങളെമ്പാടും ആകാംക്ഷയോടെ നിരീക്ഷിച്ച ചില കാര്യങ്ങളായിരുന്നു ഇന്നലെ അമേരിക്കൻ US സുപ്രീം കോടതിയിൽ നടന്നത്. ഫെഡറൽ നിയമങ്ങളുടെ ലംഘനമടക്കമുള്ള കടുത്ത കാര്യങ്ങൾ. എന്താണ് കോടതി പറഞ്ഞതെന്ന കാര്യം കൂടി നമുക്ക് പരിശോധിക്കാം. നോക്കൂ, കോടതി പറഞ്ഞ വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ കോടതി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഒന്ന്, വിദേശ രാജ്യങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയ പുതിയ തീരുവകൾ നിയമവിരുദ്ധമാണ്. ഏകപക്ഷീയമായ ഈ തീരുമാനം ഫെഡറൽ നിയമങ്ങളുടെ ലംഘനമാണ്. 9 ജഡ്ജിമാരിൽ 6 പേരും ട്രംപിൻ്റെ തീരുമാനത്തിനെതിരെ നിലപാടെടുത്തു. നികുതി തീരുവകൾ എന്നിവ അമേരിക്കൻ കോൺഗ്രസിൻ്റെ അനുമതിയില്ലാതെയാണ് ഏർപ്പെടുത്തിയത്. ഈ നികുതികൾ, തീരുവകൾ എന്നിവ ഏർപ്പെടുത്തണമെങ്കിൽ അമേരിക്കൻ കോൺഗ്രസിൻ്റെ അനുമതി ആവശ്യമാണ്. പക്ഷേ അതൊന്നുമില്ലാതെയായിരുന്നു ട്രംപിൻ്റെ നടപടി. അതുകൊണ്ട് ഇത് പൂർണ്ണമായും നിയമവിരുദ്ധമെന്നതാണ്. 3 ജഡ്ജിമാർ പക്ഷേ ട്രംപിനെ അനുകൂലിച്ചു എന്ന സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ കോടതി ഇങ്ങനെ പറഞ്ഞെങ്കിൽ ട്രംപ് ഈ വാദങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല എന്നതാണ് സാഹചര്യം. എന്താണ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന വാദം എന്ന കാര്യം കൂടി നോക്കാം. സുപ്രീം കോടതി വിധി നിരാശാജനകമാണ്. ജഡ്ജിമാർക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു. കോടതി വിധി പൂർണ്ണമായും തള്ളുന്നു. 5 മാസത്തേക്ക് പുതിയ പകരച്ചുങ്കം ഏർപ്പെടുത്തുന്നു. അമേരിക്കയുടെ വ്യാപാര കമ്മി കുറയ്ക്കാൻ ഈ നടപടി ആവശ്യമായിരുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. ഒപ്പം തന്നെ പുതിയ ഈ നയത്തിലൂടെ അമേരിക്കൻ ട്രഷറിയിലേക്ക്, ഖജനാവിലേക്ക് വലിയ തരത്തിലുള്ള പണം വന്നു എന്നതാണ് ട്രംപിൻ്റെ അവകാശവാദം. അതായത് തീരുവ നയം പ്രഖ്യാപിച്ചതിലൂടെ $13,300 കോടി ഇതുവരെ ട്രഷറിയിൽ എത്തി എന്നൊരു കണക്ക് കൂടി ട്രംപ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം താൻ ഇത്തരമൊരു നീക്കം നടത്തിയത് അമേരിക്കൻ പ്രസിഡന്റിനുള്ള ഒരു പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ്. ഇത്തരമൊരു അധികാരം അമേരിക്കൻ ഭരണഘടന തന്നെ മുന്നോട്ട് വയ്ക്കുന്നതാണ്. പക്ഷേ മുൻ പ്രസിഡന്റുമാരൊന്നും അത് ഉപയോഗിച്ചില്ല എന്ന് മാത്രം. ചില ബദൽ തീരുമാനങ്ങളൊക്കെയാണ് മുൻ പ്രസിഡന്റുമാർ ഇത്തരം ലോകരാജ്യങ്ങൾക്ക് മേൽ ചില നീക്കങ്ങളൊക്കെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോൾ വെച്ചിട്ടുള്ളത്. പക്ഷേ ഇത്തരമൊരു തീരുവ നയം ആ സാധ്യത ഉപയോഗപ്പെടുത്തിയത് ട്രംപാണ്. അത് നിയമവിരുദ്ധമല്ല, കോടതിക്ക് ഇടപെടാൻ കഴിയില്ല. ഇതാണ് ട്രംപിൻ്റെ വാദം എന്നതാണ് സാഹചര്യം. എന്തായാലും ഏറെ ശ്രദ്ധേയമാണ് ഈ നീക്കങ്ങൾ. ലോകരാജ്യങ്ങൾ അങ്ങേയറ്റം ശ്രദ്ധിക്കുന്നു. കൂടുതൽ പ്രതികരണങ്ങൾ കൂടി വരേണ്ടതുണ്ട്. വി വിനോദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിനോദ്, ഡൊണാൾഡ് ട്രംപിൻ്റെ നീക്കം, അതിനുശേഷം സുപ്രീം കോടതിയുടെ ഇടപെടൽ, ഒടുവിൽ ട്രംപ് അതിനെല്ലാം ധിക്കരിച്ചുകൊണ്ട് നടത്തുന്ന നീക്കങ്ങൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ അങ്ങേയറ്റം ശ്രദ്ധയോടെ നോക്കുന്ന കാര്യങ്ങളാണ്. ഇന്ത്യ US വ്യാപാര കരാറിന് ശേഷം 18% നമ്മുടെ തീരുവ കുറയുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്താണ് ഇന്ത്യയുടെ ഒരു ഔദ്യോഗികമായ പ്രതികരണം? ഇപ്പോഴത്തെ അമേരിക്കയിലെ ഈ നീക്കങ്ങളോട് ഉണ്ടായിട്ടുണ്ടോ? ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം പുറത്തു വരാൻ സാധ്യതയുണ്ടോ? സൈത്ത്, തീരുവ യുദ്ധം വഴി ലോകരാജ്യങ്ങളെ കാൽക്കീഴിലാക്കാൻ ട്രംപ് ശ്രമിക്കുമ്പോൾ അമേരിക്കയിൽ നിന്ന് തന്നെ ട്രംപിന് തിരിച്ചടി ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. US കോൺഗ്രസിൻ്റെ അംഗീകാരമില്ലാതെയാണ് ഇപ്പോഴത്തെ നടപടികളുമായി ട്രംപ് മുന്നോട്ട് പോകുന്നതെന്നാണ് US സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴുള്ള ഈ തീരുവ നയത്തിനെതിരെ, ട്രംപിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് US-ലെ തന്നെ 12 സ്റ്റേറ്റുകളും അതോടൊപ്പം തന്നെ ഇടത്തരം സംരംഭകരുമാണ്. അവിടുത്തെ വിൽപ്പനയെ കാര്യമായി ബാധിക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ നയങ്ങൾ. ട്രംപ് പറയുന്നത് $127 ബില്യൺ വരുമാനം ഇപ്പോൾ ഈ അധിക തീരുവ വഴി അമേരിക്കയ്ക്ക് കൂടുതലായി ലഭിച്ചു എന്ന ഒരു നേട്ടമാണ്. പക്ഷേ ഇത് ക്രമാനുഗതമായി മുന്നോട്ട് പോകുമ്പോൾ മറ്റ് രാജ്യങ്ങൾ, അധിക തീരുവ ചുമത്തപ്പെട്ട രാജ്യങ്ങൾ മറ്റ് വിപണികൾ കണ്ടെത്തുന്ന സാഹചര്യമുണ്ടാകും. അവർ യൂറോപ്പിലേക്കും അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിലേക്കും, പ്രത്യേകിച്ച് ഇന്ത്യ, ബ്രസീൽ, മെക്സിക്കോ, കാനഡ തുടങ്ങി വലിയ തോതിൽ നികുതി ചുമത്തപ്പെട്ട രാജ്യങ്ങൾ മറ്റിടങ്ങളിലേക്ക് വിപണി കണ്ടെത്തും. അവരുടെ ആഭ്യന്തര വിപണി കൂടുതൽ ശക്തിപ്പെടുത്തുന്ന നടപടികളുണ്ടാകും. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ അമേരിക്കൻ ജനതയുടെ ജീവിത നിലവാരത്തെ ബാധിക്കും. മാത്രമല്ല, കുടിയേറ്റക്കാർ ധാരാളമുണ്ട്. ഇന്ത്യക്കാർ ഉൾപ്പെടെ അമേരിക്കയിൽ കഴിയുന്ന ധാരാളം ജനങ്ങളുണ്ട്. അവരുടെ അവശ്യ വസ്തുക്കൾ, അവർക്ക് ഇഷ്ടമുള്ള വസ്തുക്കൾ കിട്ടാത്ത തരത്തിലേക്ക് ഇപ്പോഴത്തെ നയം ഒരു സ്ഥിതി ഉണ്ടാക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ കൃത്യമായി നിയമം പാലിച്ചല്ല ഈ തീരുവ യുദ്ധത്തിലേക്ക് ട്രംപ് പോയിട്ടുള്ളത് എന്ന കണ്ടെത്തലാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ വളരെ സസൂക്ഷ്മമാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ കാണുന്നത്. 18% എന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട്. 24-ന് ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധി സംഘം അമേരിക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത മാസം ആദ്യം അമേരിക്കയിൽ നിന്നുള്ള സംഘം ഇന്ത്യയിലേക്കും എത്തും. അതിനുശേഷം ഏപ്രിലോടുകൂടി ഈ 18% എന്ന പഴയ നികുതി നിരക്ക്
നിരക്കിലുള്ള കരാർ പ്രാബല്യത്തിൽ വരും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ അധികമായി ലഭിച്ച നികുതി തുക ഈ ഈടാക്കിയ രാജ്യങ്ങൾക്ക് തിരികെ നൽകേണ്ടി വരുമോ എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് നിയമപരമായ പോരാട്ടത്തിലേക്ക് പോകാൻ കഴിയും. മറ്റൊന്ന്, റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ഒഴിവാക്കണം എന്ന ഒരു നിർദ്ദേശമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനെ തുടർന്ന് വെനസ്വേലയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള നടപടികളുമായി ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഇപ്പോഴത്തെ ഈ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ റഷ്യയിൽ നിന്ന് തന്നെ പഴയ തരത്തിൽ എണ്ണ ഇറക്കുമതി ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടാകും ഇന്ത്യക്കെന്ന ഒരു സാഹചര്യം കൂടി ഉരുത്തിരിയുന്നുണ്ട്. ഇതിൻ്റെ സാധ്യതകൾ പരിഗണിക്കുന്നുണ്ട്. മാത്രമല്ല, ട്രംപിനെ സംബന്ധിച്ച് മറ്റൊരു അടി കൂടിയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ഇറാന് മേലുള്ള ഒരു ഭീഷണി, ഏത് നിമിഷവും ഇറാനെ അമേരിക്ക ആക്രമിക്കാൻ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് US സുപ്രീം കോർട്ടിൽ നിന്ന് ഇത്തരമൊരു വിധി വന്നിരിക്കുന്നത്. അത് ട്രംപിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. പക്ഷേ ട്രംപ് ഈ കോടതി വിധിയെപ്പോലും അംഗീകരിക്കുന്നില്ല. 9 ജഡ്ജിമാരിൽ 6 പേർ ട്രംപിനെതിരെ നിലപാടെടുക്കുമ്പോൾ, അങ്ങനെ ഒരു ഉത്തരവിൽ ഒപ്പുവെക്കുമ്പോൾ ട്രംപ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് മുഴുവൻ ലോകരാജ്യങ്ങൾക്കും 10% അധികം നികുതി ചുമത്തിയിരിക്കുന്നു. 1974 വാണിജ്യ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രംപിൻ്റെ ഈ നീക്കം. അതായത് ജഡ്ജിമാരെ രൂക്ഷമായി വിമർശിക്കുന്നതിനൊപ്പം അവർക്ക് രാജ്യസ്നേഹമില്ല എന്ന് പറയുന്നതിനോടൊപ്പം ആ വിധിക്ക് മേൽ ഉള്ള ഒരു നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ട്രംപ് തീരുമാനിച്ചിട്ടുള്ളത്. സൈക്കിൾ യെസ്, ഡൊണാൾഡ് ട്രംപിൻ്റെ നീക്കം പ്രധാനപ്പെട്ടതാണ്. ഒപ്പം കേന്ദ്ര സർക്കാർ എങ്ങനെ ഇതിനോട് പ്രതികരിക്കുന്നു എന്നതുകൂടിയാണ്. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ കൂടിയ പ്രതികരണം നമുക്ക് ലഭ്യമാവും. നേരത്തെ തന്നെ ഇന്ത്യ-US ഡീല് പുറത്തു വന്നതാണ്. അത് ദേശീയ തലത്തിൽ വലിയ വിവാദങ്ങൾക്കൊക്കെ ഇടവെച്ചതുമാണ്. നമ്മൾ പാർലമെൻറ്റിലെ ആ സാഹചര്യങ്ങളൊക്കെ കണ്ടതാണ്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്കെതിരെ രംഗത്ത് വന്നത് മറ്റൊന്നും കണ്ടതാണ്. അമേരിക്കയ്ക്ക് ഇന്ത്യ കീഴടങ്ങി എന്നത് സ്വാഭാവികമാണ്. ഇപ്പോൾ അമേരിക്കൻ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഇക്കാര്യങ്ങൾ കൂടി ഒന്നുകൂടെ ചർച്ച ചെയ്യപ്പെടുമെന്നതാണ്. കേരളത്തിലെ രാജ്യത്തെ കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിലപാട്, ഒപ്പം തന്നെ ഇതിൽ പ്രതിപക്ഷം എടുക്കാൻ പോകുന്ന നീക്കങ്ങൾ, ഇതൊക്കെ ഇന്ത്യൻ സാഹചര്യത്തിലും ഏറെ പ്രധാനപ്പെട്ടതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.